ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കൊല്ലത്തുള്ള കുറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എനിക്കറിയാം ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം ഒരുപാട് ലേറ്റ് ആയി, കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ലൈഫ് കുറച്ച് ബിസി ആയി പോയി. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീടാണ്. ഞാൻ ആലുവയിൽ നിന്നാണ് ഞങ്ങൾ ബസ് എടുത്തത്. ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മെട്രോയുടെ സൈഡൊക്കെ എത്തിയപ്പോൾ ഈ ഒരു ഈ ഒരു വില്ലാസ്, ഈ ഒരു ഫ്ലാറ്റ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2026 തുടങ്ങിയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെടി വളർത്തൽ. അതിൻ്റെ ഒരു വീഡിയോ കമ്മിങ് സൂൺ ആണ്. കാരണം ഞാൻ കുറേ ചെടികൾ നടണമെന്ന് ഞാൻ 2026 റെസൊല്യൂഷൻ എടുത്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും. പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ നേരെ ആലുവ, ദെൻ ആലുവയിൽ നിന്ന് വൈറ്റിലയിൽ നിന്ന് നേരെ കൊല്ലം, അങ്ങനെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം 2 മണിയോടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല സീനറി ഉള്ള റോഡൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുപാട് ബോറടിക്കാതെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്കിങ്ങനെ വഞ്ചികൾ, ബോട്ടുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ലൈഫ് ഡോക്യുമെൻറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഈ ഓർമ്മകളൊക്കെ നമുക്ക് കിട്ടുകയും കൂടെ ചെയ്യും. ഏകദേശം 2 മണി 2:30 കൂടിയിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. സോ നമ്മളവിടെ ലഗേജ് എല്ലാം ഇറക്കി വെച്ച് ഫ്രഷനപ്പ് ആയിട്ട് നമ്മൾ ഈവനിങ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ്ങുള്ള വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ കൊല്ലം ഒരുപാട് റീൽസും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കുറേ വാർത്തകളൊക്കെ വന്ന് ഫേമസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ കൊല്ലം മുതൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ കൊല്ലം അത് ഒരു ആഗ്രഹം അമ്മ സാധിച്ചു തന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അമ്പലം. അമ്പലത്തിൽ നിന്ന് ചമയവിളക്ക് എടുത്തിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്കാണ് അവർ കൊണ്ട് എത്തിക്കുന്നത്. അത്രയും ദൂരം നമുക്കിവിടെ ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ അമ്പലം ഫേമസ് ആയിട്ടിരിക്കുന്നത് ചമയവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പുരുഷന്മാരാണ് സ്ത്രീ വേഷം ധരിച്ചിട്ട് ചമയവിളക്ക് എടുക്കുന്നത്. ചമയവിളക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ യൂഷ്വലി കാണുന്നൊരു വിളക്കല്ല, ഒരു ടീ ഷേപ്പിലുള്ളൊരു വിളക്കാണ്. അതാ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിൽ ചെരാത് പോലെ ഒരു സാധനം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വിളക്ക് നമ്മൾ കത്തിച്ച് വെക്കുകയാണ് ചെയ്യുക, തിരിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ കുറേ റാലികളും അതുപോലെ തന്നെ ആന, അതുപോലെ തന്നെ കുറേ ഡാൻസും പാട്ടും, വണ്ടികളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നത് പോലെയൊക്കെ തന്നെ രഥം ഉണ്ടായിരുന്നു. അങ്ങനെ പല കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹോത്സവമാണ്. പക്ഷേ ലാസ്റ്റത്തെ ഒരു 2 ദിവസം മാത്രമാണ് ചമയവിളക്ക് എടുക്കാനായിട്ട് സാധിക്കും. പുരുഷന്മാർ സാരി, അതുപോലെ തന്നെ ധാവണി, പട്ടുപാവാട, ബ്ലൗസ്, അങ്ങനത്തെ വേഷങ്ങൾ, കറക്റ്റ് സ്ത്രീകളുടെ വേഷങ്ങൾ അണിഞ്ഞ്, അതുപോലെ തന്നെ മേക്കപ്പ് ആയിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, വിഗെല്ലാം സെറ്റ് ചെയ്ത്, വള, മാല, കമ്മൽ, ആക്ച്വലി എങ്ങനെയാണ് ഒരു സ്ത്രീ ഒരുങ്ങിയിട്ട് പോകുന്നത് അതുപോലെ ഒരുങ്ങിയിട്ടാണ് ആ ഒരു വിളക്ക് എടുക്കുന്നത്. സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്, അതായത് പുരുഷന്മാരല്ലാതെ സർജറി യൂഷ്വലി ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും വിളക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു വിളക്ക്, പ്രത്യേക തരം ഷേപ്പിലുള്ള വിളക്ക് മാത്രമായിരുന്നു അവരെടുക്കാനായിട്ട് അവിടെ പറ്റുള്ളൂ. കാരണം എപ്പോഴും അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, വേറൊരു താലമോ വേറെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരെപ്പോഴും വിളിച്ചു ഉണ്ടായിരുന്നു. ആ ഒരു ടീ ഷേപ്പിലുള്ള വിളക്ക് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈവൻ ആൺകുട്ടികൾ പോലും ഈ വിളക്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്നില്ലേ, ഒരുപാട് റീൽസൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ വന്നതാണ് ഈ ഒരു കൊല്ലം. ഞാൻ വന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നി. നമ്മൾ തന്നെ ഇങ്ങനെ കണ്ട് മതി മറന്ന് നിന്ന് പോകുമെന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഓരോ ആൾക്കാരും സാരി, അതുപോലെ തന്നെ ബ്ലൗസ്, അതെല്ലാം ഭയങ്കര ഡിസൈനർ ബ്ലൗസൊക്കെയാണ് പലരും ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് അവരെടുത്ത ആ ഒരു എഫേർട്ട് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. യൂഷ്വൽ
സാധാരണ വിഗ് വെച്ചവരും ഉണ്ട്, അതുപോലെ തന്നെ നല്ല റേറ്റുള്ള വിഗ് വെച്ചവരും ഉണ്ട്. എക്സാക്റ്റ് പെൺകുട്ടികളെ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന ആ ഒരു എഫേർട്ട്, ത്രെഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു 1.5 കൊല്ലമായിട്ട് മുടി വളർത്തിയ കുറേ ആൾക്കാർ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു എത്രത്തോളം എഫേർട്ടാണ് അവരുടെ സൈഡിൽ നിന്ന് ആ ഒരു വിളക്കെടുക്കാൻ അവരെടുക്കുന്ന ആ ഒരു എഫേർട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. 35 വർഷമായിട്ട് എടുക്കുന്ന ഒരു ചേട്ടനെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം അവർ മനസ്സിൽ വിചാരിച്ചിട്ട് അവർ ആ ഒരു വിളക്കെടുക്കുന്നു. അപ്പോഴത്തേക്കും ആ ഒരു ആഗ്രഹം സാധിച്ച് കിട്ടും എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഡേ 1 കഴിഞ്ഞ് ഇതിപ്പോൾ ഡേ 2ലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റത്തെ 2 ദിവസമാണ് ശരിക്കും ചമയവിളക്ക് നടക്കുന്നത്. 10 ദിവസത്തെ ഉത്സവമാണെങ്കിലും ലാസ്റ്റത്തെ 2 ദിവസം മാത്രമായിരിക്കും ചമയവിളക്ക് എടുക്കാനായിട്ട് സാധിക്കുക. ആ അമ്പലത്തിൽ നിന്ന് വരുന്ന ഒരു റാലി നമ്മളിതാ ഇവിടെ വരെയാണ് വന്ന് അവസാനിക്കുന്നത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഡേയിൽ എൻ്റെ കുറച്ച് വിഷ്വൽസാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഡേയിൽ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ ഡേ 2 വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഡേ 1 ഞാൻ അധികം കവർ ചെയ്തില്ല, കുറച്ച് തിരക്കായി പോയി. ഞാൻ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് ഞാനൊരു വ്ളോഗറാണെന്നുള്ള കാര്യം. വ്ളോഗ് എടുക്കണം എന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ പല സമയത്തും ഞാൻ ഫോൺ എടുക്കാൻ തന്നെ മറന്നു പോകും. ചില കാര്യങ്ങൾ കൊണ്ടും കുറേ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടു കിടക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ മറന്നു പോകാറുണ്ട് വ്ളോഗ്സ് എടുക്കുന്ന കാര്യം. 2ാമത്തെ ദിവസത്തിലാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കിടക്കുന്നത് തന്നെ. നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൂജാ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നടക്കൽ വെക്കാനായിട്ട്. അപ്പോൾ ഈവനിങ്ങിൽ തന്നെ കുറേ കുട്ടികളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇങ്ങനെ പെൺവേഷം കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളതെല്ലാം കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച്, നല്ല ശക്തിയുള്ള ദേവിയാണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. സോ ദേവീനെ എല്ലാം നന്നായി രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എനിക്കറിയാം ഒരുപാട് വിഷ്വൽസ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.